ഈരാറ്റുപേട്ട നഗരസഭയും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയും സംയുക്തമായി മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ചിത്രരചന, പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള വിവിധ വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയായിരുന്നു മത്സരങ്ങൾ. കുട്ടികൾ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരങ്ങൾ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി.പി. നാസർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ടി. രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ പി.എസ്. വിശ്വം, KSWMP എഞ്ചിനീയർ സിമി റോസ് എന്നിവർ സംസാരിച്ചു. മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജലമാലിന്യ പദ്ധതിയുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഗ്രാം എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ അർപ്പിക്കുന്നു. ഇന്നിവിടെ സാർ സൂചിപ്പിച്ചതുപോലെ 2 മത്സരങ്ങൾ നടക്കുകയാണ്. ശുചിത്വത്തിന്റെ ഒരു വലിയ സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു നൽകുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് നഗരസഭ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നഗരസഭാ ഭരണസമിതിയുടെ തുടക്കം മുതലുള്ള പ്രവർത്തനം ഈ നാട് മാലിന്യമുക്തമാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പ്രായോഗികമായ കാര്യങ്ങൾ നഗരസഭ ചെയ്യുന്നതോടൊപ്പം കൃത്യമായ ബോധവൽക്കരണ പരിപാടികളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നാളുകളിൽ ഈ നാട്ടിലെ വിവിധ മേഖലകളിലേക്ക് സജീവമായി പ്രവർത്തിച്ച് രംഗത്ത് വരേണ്ട ഈ നാട്ടിലെ തൊഴിലെടുക്കുന്നവരും ഈ നാട്ടിലെ വീട്ടമ്മമാരും ഈ നാട്ടിലെ ജോലിക്കാരും ഈ നാട്ടിലെ ബിസിനസ്സുകാരും ഒക്കെയായി നാളെ വരേണ്ടുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടുന്ന ഈ നഗരസഭയ്ക്കുള്ളിലെ വിദ്യാർത്ഥി സമൂഹം അവരിലേക്ക് ശുചിത്വ സന്ദേശം നൽകുക എന്നുള്ള മഹത്തായ ഉദ്ദേശത്തോടുകൂടി കരുതലോടുകൂടി നഗരസഭ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഈരാറ്റുപേട്ട നഗരസഭയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ വളരെ കരുതലോടുകൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കുക. നിങ്ങളുടെ അറിവും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ വിവേകവും നാളെ സമൂഹത്തിന് ഈ കാര്യത്തിൽ വലിയൊരു മുതൽക്കൂട്ടാകുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മത്സരത്തിന്റെ വിജയികളാരുമാവട്ടെ അത് കൃത്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഈരാറ്റുപേട്ട നഗരസഭ KSWMP പദ്ധതിയും ചേർന്നുകൊണ്ട് കുട്ടികളിൽ മാലിന്യത്തിന്റെ അവബോധം വളർത്തുന്നതിന് വേണ്ടി ഒരു സംയുക്തമായിട്ടുള്ള ശുചിത്വ സന്ദേശ മത്സരങ്ങളാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് UP മുതലുള്ള ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അത് ചിത്രരചന മത്സരം, പിന്നെ വേസ്റ്റ് ടു ആർട്ട്, നമ്മുടെ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളിൽ നിന്നും കുട്ടികളുടെ സർഗാത്മകതയ്ക്കനുസരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഒരു ആർട്ട്പരമായിട്ടുള്ള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു മത്സരമാണ് നടക്കുന്നത്. ഈരാറ്റുപേട്ട നഗരസഭയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായിട്ട് ഏകദേശം 60ഓളം കുട്ടികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കുട്ടികളിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മാലിന്യ സംസ്കരണം ഇനി കുട്ടികളിലൂടെ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ. വരുന്ന തലമുറയിൽ നമ്മുടെ നാടിനെ ഒരു മാലിന്യമുക്ത നഗരമാക്കി സമൂഹമാക്കി മാറ്റുന്നതിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഈരാറ്റുപേട്ട നഗരസഭയിലെ മുഴുവൻ പ്രദേശങ്ങളും മാലിന്യമുക്ത നഗരമാക്കി ഈരാറ്റുപേട്ട മാറ്റുന്നതിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഈരാറ്റുപേട്ട നഗരസഭയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.